വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ അടിവാരം. എപ്പിമത്യൂസിന്റെ ഭാര്യയായ പണ്ടാരയുടെ കയ്യിൽ ദേവന്മാർ ദേവലോകത്തു നിന്നും കൊടുത്തുവിട്ട രഹസ്യ പേടകം ഒരിക്കലും തുറക്കരുതെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നുവെങ്കിലും എപ്പിമത്യൂസ് പുറത്തുപോയപ്പോൾ പണ്ടാര പെട്ടകം തുറന്നു. അതിൽ നിന്നും അസൂയ, ക്രോധം, കോപം, കാമം, നിരാശ എന്നിവയെല്ലാം പുറത്തു ചാടി. അവർ പേടിച്ചു. പെട്ടെന്ന് തന്നെ പേടകം അടച്ചതുകൊണ്ട് ആശ മാത്രം പുറത്തു ചാടിയില്ല. പുറത്തു ചാടാത്ത ആശയാണ് ഇന്നും കഷ്ടപ്പാടുകൾക്കിടയിലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പുറത്തു ചാടിയ അസൂയ വരുത്തിവെക്കുന്നതുമായ സംഭവങ്ങൾ പലതാണ്. നോക്കൂ, നമ്മുടെ മാതാവും പിതാവുമായ ആദം അവ്വ ദമ്പതിമാരുടെ സ്വർഗലോകവാസത്തിൽ അസൂയ പൂണ്ട പിശാച് അവരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്നും പുറത്തു ചാടിച്ചേ തനിക്ക് ഇരിക്കപ്രതിയുള്ളൂ എന്ന് തീരുമാനിച്ചു. പ്രവർത്തനങ്ങൾ തുടങ്ങി. വിലക്കപ്പെട്ട കനി അവരെക്കൊണ്ട് ഭക്ഷിപ്പിച്ചു. അവർ രണ്ടുപേരും സ്വർഗത്തിൽ നിന്നും പുറത്തു പോരേണ്ടി വന്നു. തീർന്നില്ല. ആദമിൻ്റെ മക്കളായ ആവേലും കാബേലും ദൈവത്തിനു വേണ്ടി നടത്തിയ കുർബാന ബലി ആബേലിൻ്റേത് സ്വീകരിക്കപ്പെടുകയും കാബേലിൻ്റേത് തള്ളപ്പെടുകയും ചെയ്ത കാരണത്താൽ അസൂയ കൊണ്ട് അനുജനായ ഹാബേലിനെ ജ്യേഷ്ഠൻ കാബേൽ കൊലപ്പെടുത്തുകയും ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. അസൂയയുടെ മറ്റൊരു ഉദാഹരണം ഇതാണ്. പ്രവാചകൻ യാക്കോബിൻ്റെ 12 മക്കളിൽ കുഞ്ഞായ യൂസഫിനോട് പിതാവിനുണ്ടായ വാത്സല്യത്തിൽ കലിപൂണ്ട അസൂയാലുക്കളായ ജ്യേഷ്ഠന്മാർ യൂസഫിനെ ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത് ചരിത്രമാണ്. വിറകിനെ അഗ്നി തിന്നു തീർക്കുന്നത് പോലെയാണ് നമ്മുടെ നന്മകളെ അസൂയ നശിപ്പിക്കുന്നത് എന്ന പ്രവാചകവാക്യം ശ്രദ്ധേയമാണ്. അസൂയ കുടുംബങ്ങൾ തമ്മിൽ മാത്രമല്ല, രാഷ്ട്രങ്ങൾ തമ്മിൽ വരെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമാവാറുണ്ട്. ജോലി, പ്രമോഷൻ, വാഹനം, വീട് തുടങ്ങിയ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അസൂയ വെക്കുന്നവർ എനിക്കത് ലഭിച്ചില്ലെങ്കിലും അപരന് അത് നഷ്ടമാവണമെന്ന് ചിന്തിച്ചു മനസ്സ് നീറി കാലം കഴിക്കുന്നു. കഠിനാധ്വാനം കൊണ്ട് ഒരാൾക്ക് ഉയർച്ച ലഭിച്ചാൽ അസൂയാലുക്കൾ പറയും അത് അയാൾ അവിഹിതമായി സമ്പാദിച്ചതാണെന്ന്. നിഗമനങ്ങളും ധാരണകളും നിറം പിടിപ്പിച്ചതായാൽ അതുകൊണ്ട് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ അടിവാരം.